ഉപേക്ഷിക്കുക. വെടിശപ്പിലെ അപാകതകൾ പരിഹരിക്കുക. ജൂലൈ 1 സിന്ദാബാദ്. പ്രതിഷേധദിനം സിന്ദാബാദ്. പ്രതിഷേധം സിന്ദാബാദ്. സിന്ദാബാദ്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക. ക്ഷാമത കുടിശ്ശിക ഉടൻ അനുവദിക്കുക. സറണ്ടർ പണമായി അനുവദിക്കുക. ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക. വെടിശപ്പിലെ അപാകതകൾ പരിഹരിക്കുക. എയ്ഡഡ് സ്കൂൾ മിനിസ്റ്റീരിയൽ സ്റ്റാഫ് അസോസിയേഷൻ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുനലൂർ സിവിൽ സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധധർണ സംഘടിപ്പിച്ചു. പങ്കാളിത്ത പെൻഷൻ ഉപേക്ഷിക്കുക, ക്ഷാമബത്ത കുടിശ്ശിക ഉടൻ അനുവദിക്കുക, 2024 ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, മെഡിസെപ്പിലെ അപാകതകൾ പരിഹരിക്കുക, ലീവ് സറണ്ടർ പണമായി അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കുടിശ്ശിക അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്റ്റാഫ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ASMSA സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രശോഭകൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പ്രതിഷേധ ദിനം നമ്മൾ ആചരിക്കേണ്ടത് അത് എല്ലാ സർക്കാർ ജീവനക്കാരോടുമുള്ള ഒരു ബാധ്യതയായിട്ടാണ് നമ്മൾ കാണുന്നത്. കേവലം എയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് വേണ്ടി മാത്രമല്ല, മുമ്പെങ്ങും ഇല്ലാത്ത വിധം സമാനതകളില്ലാത്ത ദുരിതപൂർണമായ ഒരു കെട്ടകാലത്തിലൂടെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാർ, വിശേഷിച്ച് എയ്ഡഡ് സ്കൂളിലെ ജീവനക്കാർ ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും അന്യായമായ ആവശ്യങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടല്ല ഇന്നിവിടെ സമരം നടത്തുന്നത്. മറിച്ച് ന്യായമായും നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ, ന്യായമായും നമ്മൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന അവകാശങ്ങൾ, ഇവ ക്രൂരമായി നിഷേധിക്കപ്പെടുമ്പോൾ അവയ്ക്കെതിരെ ശക്തിയുക്തം എതിർക്കുകയാണ് നമ്മൾ. ഈ പ്രതിഷേധം എല്ലാവരുടെയും ശബ്ദമാണ്. അത് കേവലം സർക്കാർ ജീവനക്കാരുടെ മാത്രമല്ല. നമുക്കറിയാം, നമ്മുടെ തൊട്ടു പിന്നിൽ പെൻഷൻകാരുണ്ട്, തൊട്ടപ്പുറത്ത് മാറി മറ്റ് സർക്കാർ ജീവനക്കാരുണ്ട്. അവരുടെ എല്ലാവരുടെയും അവകാശമാണ് കവർന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒന്നാമത്തെ നമ്മുടെ അവകാശം എന്ന് പറയുന്നത് പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക എന്നുള്ളതാണ്. എന്തിനായിരുന്നു പങ്കാളിത്ത പെൻഷൻ? PFRDA നിയമത്തിന്റെ ചുവടുപിടിച്ച് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ നിയമത്തെ ചുവടുപിടിച്ച് ഇവിടെ ഉമ്മൻചാണ്ടി സർക്കാർ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കുന്നു. അന്ന് ഇവിടെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എതിർപ്പുണ്ടായി. ഇത് അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമാണ്, ജീവനക്കാരെ ദ്രോഹിക്കുന്ന ഒന്നാണ്. പക്ഷേ എന്തു ചെയ്തു? ഇവിടെ നടപ്പിലാക്കി. പദ്ധതി ഇവിടെ നടപ്പിലായി. പദ്ധതി നടപ്പിലായപ്പോൾ എന്ത് സംഭവിച്ചു? ജീവനക്കാർ എല്ലാവരും പറഞ്ഞു ഇത് വേണ്ടാത്ത ഒന്നാണ്, ഇത് നിഷേധിക്കപ്പെടേണ്ട ഒന്നാണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? കേരളത്തിൽ ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന LDF സർക്കാർ ആകട്ടെ പ്രകടന പത്രികയിൽ പറഞ്ഞതെന്താ? ഈ ഗവൺമെന്റ് അധികാരത്തിലെത്തുമ്പോൾ എന്ത് ചെയ്യും? ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്ന് പറഞ്ഞു. ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്ന് ഉറപ്പ് നൽകി അധികാരത്തിലെത്തിയ സർക്കാരാകട്ടെ ഈ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുന്നതിന് ഒരു പുനഃപരിശോധനാ കമ്മിറ്റിയെ വെക്കുക ചെയ്ത. കമ്മിറ്റിയുടെ റിപ്പോർട്ട് എത്തിയിട്ടും നാളിതുവരെയായി അത് പിൻവലിക്കുന്നതിനാവശ്യമായ യാതൊരുവിധ കാര്യങ്ങളും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളത് ജീവനക്കാരോടുള്ള വെല്ലുവിളിയായി വേണം കണക്കാക്കാൻ. അത് ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ 6ഓളം സംസ്ഥാനങ്ങൾ ഇതിനോടകം തന്നെ പങ്കാളിത്ത പെൻഷൻ എന്ന കരിനിയമം പിൻവലിച്ചു. എന്നിട്ടും ഒരു തൊഴിലാളികളോട് ആഭിമുഖ്യമുള്ള, ജീവനക്കാരോട് ആഭിമുഖ്യമുള്ള ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേരുന്ന നടപടിയല്ല ഇന്നിവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി പിൻവലിക്കേണ്ട ഒന്നാണ്. ജില്ലാ വൈസ് പ്രസിഡന്റ് നിതിൻ പി കുറുപ്പ് അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി വഹാബ് കുന്നിക്കോട് സ്വാഗതം പറഞ്ഞു. അനി കണ്ണങ്കര, അനിൽകുമാർ, രാജു, കൃഷ്ണ, പ്രശോഭ് ബാബു, ഷംല ബീബി, ഉഷാകുമാരിയമ്മ, മഹേഷ്, ഹരി, ജയപ്രകാശ്, വിജയ, കൃഷ്ണപിള്ള എന്നിവർ സംസാരിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.